പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പിറവിപ്പെരുന്നാളിന് ഒരുക്കമായുള്ള 8 നോമ്പ് 3-ാം ദിവസം. ലൂക്കാ 2:1 മുതൽ 7 വരെയും മത്തായി 1:18 മുതൽ 25 വരെയും. ഈ രണ്ട് സുവിശേഷങ്ങളിലെയും വിവരണങ്ങൾ കൂട്ടി വായിക്കുമ്പോഴാണ് മറിയത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള കഥാവതരണം പൂർത്തിയാകുന്നത്. മറിയത്തിന് മാലാഖായിലൂടെ ലഭിച്ച ദർശനവും അവൾ സ്വീകരിച്ച ദൗത്യവും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ജോസഫിന് കൂടുതൽ സമയം വേണ്ടിവന്നു. അതായത് മറിയം ഗർഭിണിയാണെന്ന് ബാഹ്യമായി കണ്ട് മനസ്സിലാക്കുന്നതുവരെ ജോസഫിന് വേണ്ടി വന്ന സമയം. അതിനു മുമ്പ് അവരുടെ മാതാപിതാക്കളോ മറിയം തന്നെയോ അവൾ എത്തിച്ചേർന്ന അവസ്ഥയെക്കുറിച്ച് ജോസഫിനെ അറിയിച്ചിട്ടില്ലായിരുന്നുവെന്ന് ജോസഫിൽ ഉദിക്കുന്ന സംശയം നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ്. അതറിഞ്ഞു തുടങ്ങിയപ്പോൾ ജോസഫ് അസ്വസ്ഥനായി. തൻ്റെ സ്വപ്നങ്ങൾ വെറും ദിവാസ്വപ്നങ്ങൾ മാത്രമായിരുന്നെന്ന് ജോസഫിന് തോന്നി. എങ്കിലും ജോസഫിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം വിവരിക്കുവാൻ സുവിശേഷകൻ മറക്കുന്നില്ല. വിവാഹ വാഗ്ദാനത്തിൽ നിന്നും വിവാഹത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നുവെന്ന് കരുതുവാനുള്ള സൂചനയും മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. മറിയത്തിൻ്റെ ഭർത്താവായ യോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടുകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ ജോസഫ് തീരുമാനിച്ചു എന്നാണ് സുവിശേഷകൻ കുറിച്ചു വച്ചിരിക്കുന്നത്. ഈ വിവരണത്തിൽ മറിയത്തെക്കുറിച്ച് ജോസഫ് ഒരാരോപണവും ഉന്നയിക്കുന്നില്ല. അവനിലെ നീതിമാൻ അവളിലെ നന്മയെ തിരിച്ചറിഞ്ഞിരുന്നു. അവൾ ഒരു വിധത്തിലും അപമാനിക്കപ്പെടരുതെന്ന് അവനിലെ നീതിബോധം അവനെ ഓർമ്മിപ്പിച്ചു. അവർ തമ്മിൽ വേർപിരിയുവാനുള്ള യോസഫിൻ്റെ തീരുമാനം ദീർഘമായ വിചിന്തനങ്ങൾക്ക് ശേഷമായിരിക്കാം ഉണ്ടായത്. വിചിന്തനം എന്ന വാക്കുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നതൊരു ആന്തരിക സംഭാഷണമാണ്. യോസഫ് തൻ്റെ മനസാക്ഷിയുമായി സംഭാഷിക്കുന്നു, അതും വിധിയാളനായ ദൈവത്തിനു മുമ്പിൽ. ആന്തരികമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ വാദിഭാഗം വേർപിരിയുവാനുള്ള നിശ്ചയം വിധിയാളനു മുമ്പിൽ വയ്ക്കുന്നു. അവൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതയിൽ ജോസഫ് നിദ്രയിലേക്ക് വഴുതി വീണു കാണും. നിദ്രയിലും ദൈവം മനുഷ്യ മനസ്സുമായി സംഭാഷിക്കാറുണ്ടല്ലോ. ആദ്യ മനുഷ്യനായ ആദത്തെ നിദ്രയിലാക്കിയാണല്ലോ ദൈവം അവൻ്റെ പാർശ്വത്തിൽ നിന്നും ഹവ്വായെ രൂപപ്പെടുത്തിയത്. മറിയം എപ്പോഴും അയാളുടേതാണെന്നും അവളുടെ വശത്ത് നിൽക്കേണ്ടതാണെന്നും അങ്ങനെ ആയിരിക്കണമെന്നും ദൈവം ജോസഫിനെ ഓർമ്മിപ്പിച്ചു. അതാണ് സുവിശേഷകൻ തുടർന്ന് വിവരിക്കുന്നത്. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ശിശുവിനുള്ള പേരും ദൈവം നിശ്ചയിച്ചു കൊടുക്കുന്നു, എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം. യോസഫിനെ ദൈവം തന്നോട് ചേർത്ത് നിർത്തുകയാണ്. ദാവീദിൻ്റെ പുത്രൻ എന്നാണ് ദൈവം അവനെ വിളിക്കുന്നത്. ദൈവാരൂപിയാണ് എല്ലാ സൃഷ്ടിപ്രവർത്തനങ്ങൾക്കും പിന്നിലെന്ന സത്യവും ദൈവത്തിൻ്റെ മാലാഖ യോസഫിനെ ഓർമ്മിപ്പിക്കുന്നു. ശിശുവിന് പേരിടാനുള്ള അവകാശവും ദൈവം യോസഫിന് കൊടുത്തിരിക്കുന്നു. യോസഫ് വെറും കാഴ്ചക്കാരനോ മറിയത്തിൻ്റെ തുടർന്നുള്ള സംരക്ഷകനോ മാത്രമായിരിക്കുകയില്ല എന്നർത്ഥം. അതായത് യോസഫ് പിതാവെന്ന് വിളിക്കപ്പെടും, അതും എല്ലാ അവകാശങ്ങളോടും അംഗീകാരത്തോടും കൂടെ. പിന്നീട് ഈശോയും അതുതന്നെയാണ് മനസ്സിലാക്കി പ്രകടമാക്കിയത്. അത് പറഞ്ഞു കൊടുക്കുന്നതിൽ മറിയത്തിന് പങ്കുണ്ടായിരുന്നു. അതിനാലാണ് 12 വയസ്സായ ഈശോയെ കാണാതെ പോയി പിന്നെ ദേവാലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയപ്പോൾ മറിയം പറഞ്ഞത്, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിൻ്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ലൂക്കാ 2:48. യോസഫിന് ലഭിച്ച ആദ്യ ദർശനം സ്വപ്നത്തിലായിരുന്നെങ്കിലും അത് സ്വപ്നം പോലെ മാഞ്ഞു പോകുന്നതായിരുന്നില്ല. അത് ദൈവദർശനം തന്നെയായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ സുപ്രധാനവും അവിഭാജ്യവുമായൊരു ഭാഗമാണല്ലോ നമ്മുടെ ഉറക്കം. ഉറക്കത്തിലാണ് സ്വപ്നരൂപേണ ദൈവം നമ്മോട് സംസാരിക്കുന്നതും നമ്മുടെ ദർശനങ്ങൾക്ക് ആവിഷ്കാരം നൽകുന്നതും. ദ ടൈം ഓഫ് സ്ലീപ്പ് ആൻഡ് ഡ്രീം ഈസ് ദ മോസ്റ്റ് അൺഡിസ്റ്റർബ്ഡ് വൺ. ഒരു വിധത്തിലും അസ്വസ്ഥമാകാത്ത മനസ്സിൻ്റെ അവസ്ഥ അപ്പോഴാണ്. സ്വപ്നം കാണുന്ന യോസഫാണ് പിന്നീട് മറിയത്തിൻ്റെ സ്വപ്നവും സാക്ഷാത്കരിക്കുവാൻ അവളുടെ പങ്കാളിയായി തീർന്നത്. നിദ്രയിൽ നിന്നുണർന്ന യോസഫ് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. എത്ര മനോഹരമായിട്ടാണ് സുവിശേഷകൻ യോസഫിൻ്റെ വ്യക്തിത്വത്തെയും ദൗത്യത്തെയും വിവരിക്കുന്നത്. തൻ്റെ നിശ്ചയത്തെ ദൈവനിശ്ചയത്തിന് വിട്ടുകൊടുത്ത് അത് ദൈവനിശ്ചയമായി തിരിച്ചു വാങ്ങി. അവൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു. അതിനുശേഷം യോസഫും മറിയവും കുടുംബമായി ഒന്നിച്ചു താമസിക്കുവാൻ തുടങ്ങി. ഇരുവരും അവരുടെ കുഞ്ഞിൻ്റെ പിറവിക്കായി കാത്തിരുന്നു. അഗസ്റ്റസ് സീസറിൻ്റെ കാലത്ത് നടന്ന സാർവത്രിക കന്യാകുമാരി സെൻസസ് യോസഫിനെ തൻ്റെ മുൻ തലമുറയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു.
താൻ ദാവീദിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവനാണ്. അതിനാൽ ഗലീലയിൽ തൻ്റെ പൂർവ്വപിതാവായ ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടി പോയി എന്ന് സുവിശേഷകൻ ലൂക്ക ചരിത്രവും ഭാവനയും കോർത്തിണക്കി ആ ദമ്പതികളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിനെ വിശദീകരിക്കുന്നു. അവിടെ ബേത്ലഹേമിൽ ആയിരിക്കുമ്പോഴാണ് മറിയത്തിന് പ്രസവ സമയമായത്. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ അവിടെ വെച്ച് പ്രസവിച്ചു. അന്നു മുതൽ ദാവീദിൻ്റെ പുത്രൻ എന്ന ഈശോ അറിയപ്പെട്ടു തുടങ്ങി. മറിയവും യോസഫും നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ദാവീദിൻ്റെ കൊച്ചുമക്കളായിരുന്നു. അവരുടെ ആ പുരാതന കുടുംബത്തിൻ്റെ ഭാഗമായി തീർന്ന ആ ശിശു പിന്നീട് ദാവീദിൻ്റെയും കർത്താവാണെന്ന് സമയത്തെയും കാലത്തെയും കീഴ്മേൽ ആക്കിക്കൊണ്ട് തെളിയിച്ചു. എന്നാൽ രാജാവായ ദാവീദിൻ്റെ പുത്രൻ ജനിച്ചത് ഒരു പുൽത്തൊട്ടിയിൽ വളർത്തുമൃഗങ്ങളുടെ മധ്യത്തിലാണ്. ദാവീദും ഒരിക്കൽ ഇടയനായിരുന്നു. ആടുകളെയും കന്നുകാലികളെയും ഒക്കെ കൂടപ്പിറപ്പുകളെ പോലെ അവൻ കണ്ടിരുന്നു എന്നുകൂടി ഓർമ്മിക്കുവാൻ ഈ സാഹചര്യം പ്രതീകാത്മകമായി ഉപകരിച്ചു. അവിടം തൊട്ട് ഈശോയിലും ഒരു ഇടയ മനസ്സ് രൂപപ്പെട്ടു. ദാവീദ് എന്ന മുത്തച്ഛനെ അവൻ എപ്പോഴും കൺമുമ്പിൽ കണ്ടു കാണും. യോസഫും മേരിയും യേശുവിന് കൊടുത്ത മതാധ്യയനത്തിൽ ഈ പാരമ്പര്യം പഠന വിഷയമായിരുന്നിരിക്കാം. നസ്രത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല എന്ന വസ്തുത ലൂക്കാസ് സുവിശേഷകൻ അവിടെ കൂട്ടിച്ചേർക്കുമ്പോൾ ഈശോയുടെ ഭവനം എന്ന ചിന്തയ്ക്ക് ഇവിടെ വഴിയൊരുക്കുന്നു. സർവ്വജനതയ്ക്കുമിടയിൽ, മനുഷ്യനും ഇതര ജീവജാലങ്ങൾക്കുമിടയിൽ ഒരു ഭവനം അവൻ കണ്ടെത്തുകയായിരുന്നു. അവൻ തന്നെ ഏവർക്കും പുതിയ ഭവനമായി തീരുകയായിരുന്നു. പിന്നീട് ജെറുസലേം ദേവാലയത്തോട് സ്വയം താരതമ്യപ്പെടുത്തി ഈശോ താൻ തന്നെ ദേവാലയമാണെന്ന് വെളിപ്പെടുത്തി. യോസഫും മറിയവും അങ്ങനെ നമുക്ക് വേണ്ടി ഒരു ദൈവിക ഭവനത്തെ അവരുടെ പുത്രനിലൂടെ പടുത്തുയർത്തുകയായിരുന്നു എന്നും പറയാം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന മഹനീയ മനുഷ്യാവതാര രഹസ്യം ഇവിടെ നമുക്ക് ചിന്താവിഷയമാകുകയാണ്. അത് ഗ്രഹിക്കുവാൻ നമ്മിൽ ഭാവനയും ഉണരേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഇതുവരെ വിവരിച്ച സംഭവങ്ങളൊക്കെ നമ്മെ സഹായിക്കും. മറിയവും യോസഫും ഈ വെളിപാടിൻ്റെയും അതിൻ്റെ പൂർത്തീകരണത്തിൻ്റെയും ഭാഗമായിരുന്നു. സമയത്തിൻ്റെ പൂർത്തീകരണത്തിലാണ് ഇവയെല്ലാം സംഭവിച്ചത്. സമയവും ദൈവിക വെളിപാടിന് സാക്ഷി, വിറ്റ്നസ്സാണ്. സമയവും ഒരു സജീവ യാഥാർത്ഥ്യമാണെന്ന് എന്നിലെ ഭാവന എന്നോട് പറയുന്നു. വേദപുസ്തകത്തിൽ പ്രതിപാദ്യമാകുന്ന സമയം മനുഷ്യൻ്റേതാണ്. മനുഷ്യൻ്റെ വികാരവിചാരങ്ങളും ആവിഷ്കാര ചരിത്രവുമൊക്കെയാണ് സമയത്തെ സമയമാക്കുന്നത്. ഭൂതവും ഭാവിയും ഓർമ്മയിലും പ്രതീക്ഷയിലും നിരന്തരം അനുഭവിക്കുന്ന ഒരു ഹൃദയസ്പന്ദനം എന്നുകൂടി നമുക്ക് സമയത്തെ നിർവചിക്കാം. സമയത്തിൻ്റെ ഈ പൂർണ്ണതയിലാണ് നിശ്ചിത സമയത്ത് ദൈവം മനുഷ്യനായി മനുഷ്യമധ്യേ അവതരിച്ചത്. മറിയവും യോസഫും ആസന്നമായ സമയത്തെ അവരുടെ ഉള്ളിലും വെളിയിലും ഒരുപോലെ അനുഭവിച്ചു. അതിൻ്റെ സ്പന്ദനങ്ങളെ അവർ അനുഭവിച്ചു. അങ്ങനെ അവർ ഇരുവരുടെയും ജീവിതം നമുക്ക് അതിശയകരമായ ദർശന വിഷയമാവുകയാണ്. അവർ സമയത്തിൻ്റെ പൂർണ്ണതയെ അടുത്തറിഞ്ഞവരാണ്. സമയത്തിൻ്റെ സ്പന്ദനങ്ങളെ ഉള്ളിൽ അനുഭവിച്ചവരാണവർ. ആ സ്പന്ദനങ്ങളെ നമ്മളും ഏറ്റുവാങ്ങുമ്പോഴാണ് അവരിൽ നിന്നും നമുക്കുള്ള അകലം വെട്ടിച്ചുരുക്കപ്പെടുന്നത്. അവർ നമുക്കടുത്താകുന്നത് ഈ അറിവിൽ നിന്നാണ്. നമ്മൾ മറിയത്തെയും യോസഫിനെയും അടുത്തറിയുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. ഈ സുവിശേഷ പശ്ചാത്തലത്തിൽ എന്തെല്ലാമാണ് ഈ ദിവസത്തിനുള്ള ആത്മീയ സന്ദേശങ്ങൾ? 1. മാതൃത്വവും പിതൃത്വവും പിറക്കുന്നത് വേദനകളിലൂടെയാണ്. 2 വ്യക്തികൾ ഒന്നിച്ചും ഒറ്റയ്ക്കും അവ സഹിച്ചും വഹിച്ചും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു. 2. സമയമാണ് മുറിവുകൾ ഉണക്കുന്നത്. സമയത്തിനും ഒരു മാതൃത്വവും പിതൃത്വവുമുണ്ട്. സമയത്തിനുള്ളിലാണ് നമ്മൾ പിറക്കുന്നതും വളരുന്നതും. അതിനാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സമയത്തെ നമ്മൾ സ്നേഹിക്കണം. 3. ഹൃദയങ്ങളുടെ അകലം അപ്രത്യക്ഷമാകുമ്പോഴാണ് നമ്മൾ പരസ്പരം മനസ്സിലാക്കുന്നത്, നമ്മിലെ തെറ്റിദ്ധാരണകൾ അപ്രത്യക്ഷമാകുന്നത്. അങ്ങനെയൊരു അടുപ്പത്തിൻ്റെ മാതൃകയാണ് മറിയവും യോസഫും. 4. പരസ്പരം ഹൃദയപൂർവ്വം സ്വീകരിക്കുമ്പോഴാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഭർത്താവും ഭാര്യയും ആകുന്നത്. മറിയവും യോസഫും ഇവിടെ നമുക്ക് ഉത്തമ മാതൃകകളാണ്. 5. ഭാര്യ ഭർത്താക്കന്മാർ എല്ലാ വിധത്തിലും ഒന്നിച്ചായിരിക്കുമ്പോഴാണ് അവർ ഒരു ഭവനമാകുന്നത്. ജീവിതങ്ങളൊന്നായി ഭവിക്കുന്ന ഇടത്താണ് ഒരു ഭവനം രൂപം കൊള്ളുന്നത്. അതിലെ ഇടവും അതിൻ്റെ നിറവും സ്പേസ് ആൻഡ് ഫുൾനെസ് നിശ്ചയിക്കുന്നത് ഒരു ഭവനത്തിൽ പിറക്കുന്ന മക്കളാണ്. മാതാപിതാക്കളുടെ ഹൃദയ വിശാലതയാണ് ആ ഇടമെന്നും പറയാം, അവർക്കുള്ള ഇടം. 6. നമ്മുടെ ഭവനങ്ങൾ ദേവാലയങ്ങളാണെന്ന് നമുക്ക് ബോധ്യമാകുമ്പോൾ ദൈവം അവിടെ മനുഷ്യനായി അവതരിക്കും. ദൈവത്തിൻ്റെ മുഖം നമ്മൾ കാണേണ്ടത് നമ്മുടെ മക്കളിലാണ്. 7.
ചരിത്രത്തിൽ ഒരു പുതിയ തുടക്കവും നന്മയിലേക്കുള്ള പുതിയ ദിശയും വെളിപ്പെടേണ്ടത് മാതാപിതാക്കളിലൂടെയാണ്. അങ്ങനെയൊരു നേതൃത്വമാണ് അവർ മക്കൾക്ക് കൊടുക്കേണ്ടത്. സ്വന്തം ജീവിതത്തിൻ്റെ പിന്തുടർച്ചക്കാർ മാത്രമായിരിക്കരുത് മക്കൾ. അവരിൽ ഒരു നവയുഗത്തിൻ്റെ സ്വപ്നങ്ങൾ മറിഞ്ഞു കിടക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അവരിൽ അവ ഉണർത്തണം. അവർ എന്തായിത്തീരണമെന്ന് നമ്മൾ സ്വപ്നം കണ്ടാൽ മാത്രം മതി. 8 നോമ്പിൻ്റെ 3-ാം ദിവസം മാതാവിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ ഉണർത്തുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്യട്ടെ. ഏവർക്കും ഈ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആ അമ്മയിൽ നിന്നും ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തയ്യൽ, CST.